പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മുടെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലെ 3 ക്ലാസ്സുകളിലായി നമ്മൾ മെട്രിക്സിൻ്റെ ഡെഫിനിഷൻസും അതുപോലെ ഓർഡറും പിന്നെ മെട്രിക്സിൻ്റെ എലമെൻസിൻ്റെ എണ്ണം അതുപോലെ കൺസ്ട്രക്ഷൻ പിന്നീട് നമ്മൾ ടൈപ്സ് ഓഫ് മെട്രിക്സസ് ഇക്വാളിറ്റി ഒപ്പം സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നെഗറ്റീവ് ഓഫ് മെട്രിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഓപ്പറേഷൻസ് ഓൺ മെട്രിക്സസ് operations on matrices. Operations on matrices. And ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് addition of two matrices. രണ്ട് മെട്രിക്സുകൾ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് മെട്രിക്സ് എടുക്കുകയെ 2 3 0 5 B 4 5 0 7 രണ്ട് മെട്രിക്സ്. ഇതിന്റെ ഓർഡർ നമുക്കറിയാം, ഇത് 2/2 ആണ്. ഇതിന്റെ ഓർഡർ നമുക്കറിയാം, ഇത് 2/2 ആണ്. അപ്പോൾ രണ്ട് മെട്രിക്സ് നമ്മൾ കൂട്ടുന്നു A plus B 2 3 0 5 പ്ലസ് A ക്ക് പകരം ഈ മെട്രിക്സ് എഴുതി പ്ലസ് B ക്ക് പകരം 4 5 0 7. സ്വാഭാവികമായും കൂട്ടാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എങ്ങനെ കൂട്ടും. ഏകദേശം ഐഡിയ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇതിന് കറസ്പോണ്ടിങ് ഇവരാണ്, ഇവര് കറസ്പോണ്ടിങ് ഇവരാണ്, ഇവര് കറസ്പോണ്ടിങ് ഇവരാണ്, ഇവര് കറസ്പോണ്ടിങ് ഇവരാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ എഴുതും ഇതിന് കറസ്പോണ്ടിങ് ഇവൻ. അപ്പോൾ 2 + 4 6 3 + 5 8 0 + 0 0 7 + 5 12. നമ്മൾ മറ്റൊരു എക്സാമ്പിളിലേക്ക് കടക്കുന്നു. A = മെട്രിക്സ് 2 3 0 7 B = 1 2 3 0 7 5. ഇതിന്റെ ഓർഡർ നമുക്കറിയാം 2/2 ആണ്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 2/3 ആണ്. നമുക്ക് A plus B നടക്കുമോ എന്ന് നോക്കാം. A plus B, A ക്ക് പകരം 2 3 0 7 B ക്ക് പകരം 1 2 3 0 7 5 ആണല്ലോ. ഇതിന് കറസ്പോണ്ടിങ് ഇവനായി, ഇതിന് കറസ്പോണ്ടിങ് ഇവനായി. പക്ഷേ ഇവന് കറസ്പോണ്ടിങ് ഇവിടെ എലമെന്റ് ഇല്ല. അപ്പോൾ ഈ അഡിഷൻ നടക്കത്തില്ല, നമുക്കിവിടെ അഡിഷൻ നടക്കില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യണമെങ്കിൽ രണ്ട് ഒരേ ഓർഡറിലായിരിക്കണം. ഇത് രണ്ട് ഒരേ ഓർഡർ അല്ല. അപ്പോൾ സെയിം ഓർഡറിലാണെങ്കിൽ മാത്രമേ നമുക്ക് മെട്രിക്സ് അഡിഷൻ നടക്കുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം two matrices capital A and capital B are conformable for matrix addition if they are of the same order. They are of the same order. ഒരേ ഓർഡറിലാണെങ്കിൽ മാത്രമേ രണ്ട് മെട്രിക്സുകൾ കൂട്ടാൻ കഴിയുള്ളൂ. Two matrices capital A and capital B are conformable or suitable for matrix addition if they are of the same order. അപ്പോൾ ഇത് A 2/2 ആണ്, B 2/2 ആണ്. അപ്പോൾ A plus B ആൻസർ ഇതാണ്, അതും 2/2 ആണ്. അപ്പോൾ A plus B യുടെ ഓർഡർ എന്താണെന്ന് വെച്ചാൽ A യുടെ ഓർഡർ അല്ലെങ്കിൽ B യുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ പറയാം. Order of A m/n order of B അതും m/n. രണ്ടും സെയിം ഓർഡർ ആണെങ്കിൽ മാത്രമേ നമുക്ക് A plus B നടക്കുള്ളൂ. Order of A plus B, that means order of A or order of B, that means m/n. അതിന്റെ ഓർഡർ m/n. ക്ലിയർ ആയോ? അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് പറയാം. A = മെട്രിക്സ് Aij, നമ്മുടെ ജനറൽ മെട്രിക്സ് ഓർഡർ m/n. B = മെട്രിക്സ് Bij, അത് m/n, സെയിം ഓർഡർ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ A plus B സമം നമുക്ക് പറയാം മെട്രിക്സ് Cij, അതിന്റെ ഓർഡർ m/n. Two matrices capital A and capital B are conformable for matrix addition if they are of the same order. Then order of A m/n, order of B m/n. Then order of A plus B, that means order of A or order of B, that means m/n. Now matrix addition. Clear ആയിട്ടാണ് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മെട്രിക്സിന്റെ അഡിഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ
ഇവിടെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് മാട്രിക്സ് അഡിഷൻ. പ്രോപ്പർട്ടീസ് ആദ്യ പ്രോപ്പർട്ടി ഫസ്റ്റ് വൺ. ഏതൊരു മെട്രിക്സ് ഉണ്ട് 2 3 0 1. ബി എന്നൊരു മെട്രിക്സ് ഉണ്ട് അത് 1 4 7 2. ആദ്യം a plus b എന്ന് വിളിക്കാം. a plus b ഒറ്റ സെറ്റ് തന്നെ പറയാം. a യുടെ b കൂട്ടുന്നു 2 + 1 3 3 + 4 7 0 + 7 7 1 + 2 3. ഇതാണ് a plus b. ഇനി നമുക്ക് b plus a എന്ന് വിളിക്കാം. b plus a എന്ന b ആദ്യം 1 4 7 2. b ക്ക് പകരം 2 3 0 1. b plus a എന്ന് വിളിക്കാം. നമുക്കറിയാം 1 നോട് 2 കൂട്ടി 3 4 നോട് 3 കൂട്ടി 7 7 നോട് 0 കൂട്ടി 7 2 നോട് 1 കൂട്ടി 3. a plus b തന്നെ. രണ്ട് മെട്രിക്സിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സിലൂടെ സെക്കൻഡ് മെട്രിക്സ് ആഡ് ചെയ്താലും സെക്കൻഡ് മെട്രിക്സിലൂടെ ഫസ്റ്റ് മെട്രിക്സ് ആഡ് ചെയ്താലും സെയിം ആണ്. അപ്പോൾ a plus b b plus a. ഇങ്ങനെ പ്രോപ്പർട്ടി നമ്മൾ നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 നോട് 3 കൂട്ടിയാലും 3 നോട് 2 കൂട്ടിയാലും സെയിം. ഈ ആരംഭിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സമൃദ്ധി നിയമം കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോ നമ്മള് മെട്രിക്സ് അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. മെട്രിക്സ് അഡിഷൻ ഈസ് ഓൾവേസ് കമ്മ്യൂട്ടേറ്റീവ്. എല്ലായ്പ്പോഴും എന്തായിരിക്കും? കമ്മ്യൂട്ടേറ്റീവ് ആണ്. a plus b is equal to b plus a. നെക്സ്റ്റ് രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്പർ 2. ഒരേ ഓർഡറിലുള്ള മൂന്ന് മെട്രിക്സസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. a, b and c. if a, b, c are order of the same order, three matrices of same order, say m by n. a, b and c are three matrices of the same order m by n. 1 by n order ഉള്ള മൂന്ന് മെട്രിക്സുകൾ ആണ് a, b, c. a എന്നുള്ള നമുക്ക് എഴുതാം മെട്രിക്സ് a i j ഓർഡർ m by n. b എന്നുള്ള നമുക്ക് എഴുതാം മെട്രിക്സ് b i j അതിന്റെ ഓർഡർ m by n. c എന്നുള്ള മെട്രിക്സ് നമുക്ക് എഴുതാം c i j അതിന്റെ ഓർഡർ m by n. അടുത്ത പ്രോപ്പർട്ടി വരെ എത്രയേ ഉള്ളൂ? a plus b plus c. ഫസ്റ്റ് മെട്രിക്സും സെക്കൻഡ് മെട്രിക്സും ആഡ് ചെയ്യും. അതിന്റെ ഓർഡർ മൂന്നാമത്തെ മെട്രിക്സ് ആഡ് ചെയ്യും. അതിന് ഈക്വൽ ആണ് a plus b plus c. ഫസ്റ്റ് സെക്കൻഡ് ആഡ് ചെയ്തിട്ട് അതിലൂടെ തേർഡ് ആഡ് ചെയ്യുന്നതും സെക്കൻഡും തേർഡ് ആഡ് ചെയ്തിട്ട് ഫസ്റ്റ് ആഡ് ചെയ്യുന്നതും സെയിം ആണ്. ഈ ലൈൻ വെക്കുന്ന പേരാണ് അസോസിയേറ്റീവ് ലാ. ഇതില അസോസിയേറ്റീവ് ലാ സംയോജന associative property. Above three matrices a, b and c of the same order, say m by n, then a plus b plus c is equal to a plus b plus c. That means associative property. First property, commutative property. A plus b is equal to b plus a. Second property, മൂന്ന് matrices പറയുന്നു a plus b plus c is equal to a plus b plus c. രണ്ട് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, രണ്ടാമത്തെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അസോസിയേറ്റീവ് മൂന്നെണ്ണം, അസോസിയേറ്റീവ് സംയോജനം നടക്കും 3 പേര്. കമ്മ്യൂട്ടേറ്റീവ് 2 പേര്. എയോട് ബി കൂട്ടുമ്പോഴും ബിയോട് എ കൂട്ടുമ്പോഴും സെക്കൻഡ്. ആ ലൈൻ വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് ലാ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ആഡിറ്റീവ് ഐഡന്റിറ്റി. A എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഒരു മാട്രിക്സ് എടുക്കുന്നു. അതിന്റെ ഓർഡർ m by n ആണ്. സെയിം ഓർഡറിലുള്ള ഒരു സീറോ മാട്രിക്സ് എടുക്കുന്നു. അത് m by n. ഓക്കേ, if A is a matrix of order m by n, then there exists another matrix, zero matrix m by n. Then A plus big zero means 0 is equal to A. That means 0 plus A. ഒരു മെട്രിക്സിലൂടെ സീറോ മെട്രിക്സ് ആഡ് ചെയ്താലും സീറോ മെട്രിക്സിലൂടെ എ ആഡ് ചെയ്താലും എ കിട്ടും. ഫോർ എക്സാമ്പിൾ a is equal to 2 3 4 5. അപ്പോൾ ഇതിന്റെ ഓർഡർ 2 by 2 ആണ്. സെയിം ഓർഡർ തന്നെ ആയിരിക്കണം. ഇത് സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ സീറോ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം.
ഇത് റെക്ടാംഗുലർ മെട്രിക്സ് ആണെങ്കിൽ സീറോ മെട്രിക്സും റെക്ടാംഗുലർ മെട്രിക്സിലായിരിക്കും. അപ്പോൾ നമ്മൾ 0 O that means അതും 2/2 ആണ്. 0 0 0 0 ആഡ് ചെയ്യുന്നു. A plus 0 2 3 4 5 plus 0 0 0 0 add even 2 plus 0 2 3 plus 0 3 4 plus 0 4 5 plus 0 5 that means A. ഒരു മെട്രിക്സിനോട് സീറോ മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ മെട്രിക്സിന് കിട്ടും. ഈ പ്രോപ്പർട്ടി വിളിക്കുന്ന പേരാണ് additive identity. ഈ 0 O അതിന് വിളിക്കുന്ന പേരാണ് additive identity. Here zero matrix is called additive identity. Additive identity. Additive identity. Next step. Existence of additive inverse. Additive inverse. A എന്ന് പറയുന്ന matrix ഉണ്ട്. If A is a matrix of order m by n, then there is another matrix, same order, another matrix minus n, other m by n. Then A plus minus n equal to zero matrix. That is equal to minus n plus A. നമുക്കറിയാം A എന്ന് പറയുന്നത് നെഗറ്റീവ് മാട്രിക്സ് ആണ് മൈനസ് n. അപ്പോൾ A എന്ന് പറയുന്ന മാട്രിക്സ് നെഗറ്റീവ് മാട്രിക്സ് ആണെങ്കിൽ സീറോ മാട്രിക്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ A is equal to 1 4 minus 7 6. अब हम करें A plus minus n that is equal to A की बार 1 4 minus 7 6 minus A की बार ये एलिमेंट्स के एल्ला भी एंट्रीज के एल्ला हम minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ minus 1 minus 4 7 ഇതിനെ നമ്മൾ minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 ഇത് minus 6 കറസ്പോണ്ടിങ് എലിമെന്റ്സ് നമ്മൾ കൂട്ടുമ്പോൾ 1 നോട് minus 1 കൂടുമ്പോൾ 0 0 0 0 that means 0. Here minus A is called additive inverse or negative matrix of A. Additive inverse or negative matrix of A. നമ്മൾ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ മെട്രിക്സ് അഡിഷനുമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മെട്രിക്സ് അഡിഷനുമായി നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒന്നുകൂടി നമുക്കൊന്ന് റീകോൾ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറഞ്ഞു. A plus B is equal to B plus C. അഡിഷൻ അസോസിയേറ്റീവ് ആണെന്ന് പറഞ്ഞു. A plus B plus C equal to A plus B plus C. അസോസിയേറ്റീവ്. മൂന്നാമത് additive identity. A plus zero matrix equal to zero matrix plus A is equal to A. Zero is called additive identity. Identity means അനന്യതം. അതായത് മെട്രിക്സ് അഡിഷന്റെ അനന്യതമാണ് സീറോ മെട്രിക്സ്. അടുത്തത് A plus minus A equal to minus A plus A equal to big zero. A യിലുള്ള നെഗറ്റീവ് മെട്രിക്സ് ആണ് ഇത്. മൈനസ് A അതിന്റെ നെഗറ്റീവ് മെട്രിക്സ് ആണ് A. ഇത് ആഡ് ചെയ്താൽ സീറോ മെട്രിക്സ് കിട്ടും. അപ്പോൾ മൈനസ് A is called additive inverse or negative matrix of A. ഇത്രയുമാണ് നമ്മുടെ അഡിഷൻ. അപ്പോൾ അഡിഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. രണ്ട് മെട്രിക്സ് കൂട്ടുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. രണ്ട് മെട്രിക്സ് കൂട്ടാൻ പറ്റുന്ന ഒരു പാടില്ല. രണ്ട് ഒരേ ഓർഡറിലായിരുന്നാൽ മാത്രം മതി. എന്നിട്ട് കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ കൂട്ടിയാൽ മതി. രണ്ട് മെട്രിക്സ് കൂട്ടാൻ പറഞ്ഞാൽ രണ്ട് സെയിം ഓർഡറിലായിരിക്കണം. അപ്പോൾ എയുടെ ഓർഡർ m by n ആണെങ്കിൽ ബിയുടെ ഓർഡർ m by n ആയിരിക്കണം. അപ്പോൾ A plus ബിയുടെ ഓർഡർ m by n ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് കൂട്ടുമ്പോൾ അഡിഷൻ കിട്ടും. പിന്നീട് നമ്മൾ പറഞ്ഞത് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടി. സംഗതിയിൽ ഒരു സ്കെയിലാർ k into A plus b. That means ka plus kb. ഒരു ചെറിയ എക്സാമ്പിൾ കൂടെ മനസ്സിലാക്കാം. A is equal to 2 3 4 0. B is equal to 7 8 0 5. നമുക്ക് 2 എന്നുള്ള സ്കെയിലർ എടുത്ത് 2 into A plus B സമം 2A plus 2B ആണോ നോക്കാം. ആദ്യം ഇതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 2 into A plus B നോക്കിനി 2 into A
എ പ്ലസ് ബി ഈ രണ്ട് മെട്രിക്സ് കൂട്ടുന്നു. 2 7 കൂട്ടുമ്പോൾ 9, 1 8 കൂട്ടുമ്പോൾ 11, 4 0 കൂട്ടുമ്പോൾ 4, 0 5 കൂട്ടുമ്പോൾ 5. ഇത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഈ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം 2 കൊണ്ട് നമ്മൾ ഇതിലുള്ള എല്ലാ എലിമെന്റ്സും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 18 22 8 10. ഇനി നമുക്ക് റൈറ്റ് സൈഡ് നോക്കാം. 2a plus 2b നോക്കാം. 2 into a ക്ക് പകരം നമുക്ക് പറയാം 2 3 4 0 plus 2 into b ക്ക് പകരം 7 8 0 5. ഇവിടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 4 6 8 0. ഇവിടെ നമുക്ക് പറയാം 14 16 0 10. ആഡ് ചെയ്യാം. 4 ന്റെ 14 കൂട്ടി 18, 6 ന്റെ 16 കൂട്ടി 22. അടുത്ത 8 ന്റെ 0 കൂട്ടി 8, 0 ന്റെ 10 കൂട്ടി 10. The call 1, the call 2. രണ്ടും സെയിം ആണ്. നമുക്ക് പറയാം 2 into a plus b എന്ന് പറഞ്ഞാൽ 2a plus 2. ഇതിനെ നമുക്ക് പറയാം k into a plus b. എന്തായിരിക്കും k plus 8. ക്ലിയർ? ഓ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത് ഒന്നുകൂടി നമുക്ക് റീകാൾ ചെയ്യാം. ഒന്ന് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിനെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ ആ സ്കെയിലാർ കൊണ്ട് ആ മെട്രിക്സിലുള്ള എല്ലാ എലമെന്റുകളെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഏതൊരു മെട്രിക്സ് ഉണ്ട് അതിന്റെ ഓർഡർ m by n ആണെങ്കിൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന് ശേഷമുള്ള അല്ലെങ്കിൽ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷന് കിട്ടുന്ന മെട്രിക്സും m by n ഓർഡറിലായിരിക്കും. ഇപ്പോൾ a യുടെ ഓർഡർ 2/3 ആണെങ്കിൽ അതിന് 2 എന്ന് പറയുന്ന സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സും 2/3 ആയിരിക്കും. പിന്നീട് നമ്മൾ പറയുന്നത് നെഗറ്റീവ് ഓഫ് മെട്രിക്സ്. നെഗറ്റീവ് ഓഫ് മെട്രിക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് മൈനസ് എ യുടെ നെഗറ്റീവ് മൈനസ് എന്ന് പറയാം. അത് ഡിഫൈൻ ചെയ്ത മൈനസ് എ ഈസ് ഈക്വൽ ടു -1 ഇൻ എ. അല്ലെങ്കിൽ നെഗറ്റീവ് മെട്രിക്സ് കിട്ടാനായിട്ട് ആ മെട്രിക്സിലുള്ള എല്ലാ എലിമെന്റുകളെയും ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ പറഞ്ഞ മെട്രിക്സിന്റെ അഡിഷനെ കുറിച്ചാണ്. രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണം, കൂട്ടണം, സം കാണണം എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഒരേ ഓർഡറിലായിരിക്കണം. രണ്ടും ഒരേ ഓർഡറിലുള്ള രണ്ട് മെട്രിക്സ് മാത്രമേ നമുക്ക് കൂട്ടാൻ കഴിയുള്ളൂ. But two matrices capital A and capital B are conformable for matrix addition if they are of the same order. അപ്പോൾ സെയിം ഓർഡറിൽ തന്നാൽ ആ മെട്രിക്സ് എങ്ങനെ കൂട്ടും എന്ന് വെച്ചാൽ ഓപ്പറേഷൻ നമുക്കറിയാം. അത് ഓപ്പറേഷൻ ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന മെട്രിക്സ് A11 A12 ഇപ്പോൾ A21 A22 ആണ് ഇങ്ങനെ. ബി എന്ന് പറയുന്ന മെട്രിക്സ് B11 B12 B21 B22. അപ്പോൾ A plus B നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. രണ്ട് ഒരേ ഓർഡറിലാണ്. അപ്പോൾ A plus B കണ്ടുപിടിക്കാം. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യുന്നു. A11 plus B11, അടുത്ത A12 plus B12, A21 plus B21, A22 plus B22. ഇത് ഫസ്റ്റ് എൻട്രി, സെക്കൻഡ് എൻട്രി, തേർഡ്, ഫോർത്ത്. അപ്പോൾ ഇതിന്റെ ഓർഡർ 2/2, ഇതിന്റെ ഓർഡർ 2/2, ഇതിന്റെ ഓർഡർ 2/2. രണ്ട് റോസും രണ്ട് കോളംസും. അപ്പോൾ നമുക്ക് ജനറലി നമ്മൾ പറഞ്ഞു ഓർഡർ ഓഫ് എ m by n, then order of b m by n, then order of a plus b അതും m by n. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഫസ്റ്റ് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് ഇല്ല. a plus b is equal to b plus a. രണ്ട് മെട്രിക്സുകൾ കൂട്ടുന്നതിന് പ്രത്യേകിച്ച് ഓർഡർ ഇല്ല. ഫസ്റ്റിനോട് സെക്കൻഡ് ആഡ് ചെയ്താലും സെക്കൻഡിനോട് ഫസ്റ്റ് ആഡ് ചെയ്താലും സെയിം ആണ്. അടുത്തത് അസോസിയേറ്റ് ഇല്ല. മൂന്ന് മെട്രിക്സസ് ഒരേ ഓർഡറുള്ള മൂന്ന് മെട്രിക്സസ് എടുക്കുന്നു. a b c, a plus b അതിനോട് c ആഡ് ചെയ്യുന്നു, a plus b plus c. ഇനി അഡിറ്റീവ് ഐഡന്റിറ്റി. ഒരു മെട്രിക്സ് a എന്നൊരു മെട്രിക്സ് എടുക്കുന്നു, ഓർഡർ m by n, അതേ ഓർഡറിലുള്ള ഒരു സീറോ മെട്രിക്സ് എടുക്കുന്നു. അപ്പോൾ ഇത് m/2 2/2 ആണെങ്കിൽ ഇത് 2/2, ഇത് 1/3 ആണെങ്കിൽ ഇത് 1/3. അപ്പോൾ എയോട് സീറോ മെട്രിക്സ് കൂട്ടിയാലും സീറോ മെട്രിക്സിനോട് എ കൂട്ടിയാലും എ കിട്ടും. ഈ സീറോ വിളിക്കുന്ന പേരാണ് അഡിറ്റീവ് ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി ഫോർ മെട്രിക്സ് അഡിഷൻ. സീറോ മെട്രിക്സ് ഈസ് കോൾഡ് അഡിറ്റീവ് ഐഡന്റിറ്റി.
then a plus minus a is equal to minus a plus a, that means zero matrix. A നോട് നെഗറ്റീവ് മാട്രിക്സ് ആഡ് ചെയ്താലും നെഗറ്റീവ് മാട്രിക്സിനോട് a ആഡ് ചെയ്താലും നമുക്ക് സീറോ മാട്രിക്സ് കിട്ടും. ആ മൈനസ് a വിളിക്കുന്ന പേരാണ് additive inverse or negative matrix of A. Negative matrix of A. പിന്നെ നമ്മൾ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോപ്പർട്ടി കൂടി നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തി. k into a plus b എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ka plus kb, ka plus kb, k into a plus b, that means ka plus kb, ka plus kb. ഒരു പ്രോബ്ലത്തോടെ നമ്മൾ വെരിഫൈ ചെയ്യാം. ഒരു സിമ്പിൾ പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിന് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഡിഫറൻസ് ഓഫ് ടു മെട്രിക്സസ്, രണ്ട് മെട്രിക്സിന്റെ ഡിഫറൻസ്. നമ്മൾ അഡിഷൻ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ ഡിഫറൻസ്. ഇപ്പൊ രണ്ട് മെട്രിക്സിന്റെ ഡിഫറൻസ് എടുക്കാൻ പറഞ്ഞാലും രണ്ടും സെയിം ഓൺലൈൻ. അപ്പൊ എയുടെയും ബിയുടെയും ഡിഫറൻസ് എടുക്കണം. അപ്പൊ നമുക്ക് അറിയാം ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന മെട്രിക്സ് എ ഐ ജെ എം ബൈ എൻ, ബി ഈസ് ഈക്വൽ ടു ബി ഐ ജെ അതും എം ബൈ എൻ. അപ്പൊ എ മൈനസ് ബി അതിന്റെ ഡിഫറൻസ്. അപ്പൊ അത് മെട്രിക്സ് എ ഐ ജെ എം ബൈ എൻ മൈനസ് ബി ഐ ജെ അത് എം ബൈ എൻ. ഇതിന്റെ ഡിഫറൻസ് ഇപ്പോൾ കിട്ടുന്ന മെട്രിക്സ് സി ഐ ജെ ആണെന്ന് നിൽക്കട്ടെ, അത് അതേ ഓർഡറിലായിരിക്കും എം ബൈ എൻ. ഒരു എക്സാമ്പിൾ ഇവിടെ മനസ്സിലാക്കാം. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 3 4 1 0 6, ബി ഈസ് ഈക്വൽ ടു -1 2 7 8 5 0. ഇതിന്റെ ഓർഡർ 2/3, രണ്ട് റോസും 3 കോളംസും. ഇതും 2/3, രണ്ട് റോസും 3 കോളംസും. അപ്പോൾ a മൈനസ് ബി കണ്ടുപിടിക്കാൻ പോവാണ്. a മൈനസ് ബി 2 3 4 1 0 6 മൈനസ് -1 2 7 8 5 0. നമ്മൾ അഡിഷൻ വന്നപ്പോൾ അഡിഷൻ ആഡ് വന്നപ്പോൾ സം കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തു. ഡിഫറൻസ് ആകുമ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഡിഫറൻറ്റ് എടുക്കുക. അപ്പോൾ 2 ശ്രദ്ധിക്കുക, 2 മൈനസ് മൈനസ് 1 കണ്ടോ, ഇത് 2 ന് കറസ്പോണ്ടിങ് മൈനസ് 1 ആണ്. 2 മൈനസ് മൈനസ് 1 but 2 plus 1 that means 3. ക്ലിയർ ആണല്ലോ. 3 മൈനസ് 2 കണ്ടോ, ഈ 3 കറസ്പോണ്ടിങ് 2 ആണ്. അപ്പോൾ ഇവിടെ ഡിഫറൻസ് ആണ് 3 മൈനസ് 2 1. അടുത്ത 4 മൈനസ് 7, ചെറുതിൽ നിന്ന് വലുതാ പറയുന്നത്. 4 മൈനസ് 7 മൈനസ് 3. അടുത്ത 1 മൈനസ് 8, 1 ൽ നിന്നും 8 ആണ് പറയുന്നത്, അപ്പോൾ മൈനസ് 7. 0 മൈനസ് 5 മൈനസ് 5. ഓക്കെ, 6 മൈനസ് 0 6. ഇത് നമുക്കറിയാം, ഇത് 2/3 ഓർഡർ ആണ്, ഇതും 2/3 ആണ്. അപ്പോൾ ഡിഫറൻസ് 2/3 ഓർഡർ കിട്ടി. ഇതാണ് രണ്ട് മെട്രിക്സിന്റെ ഡിഫറൻസ്. അപ്പോൾ അഡിഷൻ പറഞ്ഞു, പ്രോപ്പർട്ടീസ് പറഞ്ഞു, അതിന് പിന്നെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു, നെഗറ്റീവ് മെട്രിക്സ് പറഞ്ഞു, പിന്നെ ആ സ്കേലാർ മൾട്ടിപ്ലിക്കേഷന്റെയും അതുപോലെ തന്നെ അഡിഷന്റെയും പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇപ്പോൾ അതുപോലെ ഡിഫറൻസ് പറഞ്ഞു. സംഗതി ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ആഡ് ചെയ്യാൻ പറഞ്ഞാൽ രണ്ടും ഒരേ ഓർഡർ ആയിരിക്കണം, കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യും. ഡിഫറൻസ് എടുക്കാൻ പറഞ്ഞാൽ രണ്ടും ഒരേ ഓർഡറിലായിരിക്കണം, ആ കറസ്പോണ്ടിങ് എലമെന്റ്സിന്റെ ഡിഫറൻറ്റ്. ഇനിയും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം, ആ സ്കേലാർ കൊണ്ട് ആ മെട്രിക്സിലുള്ള എല്ലാ എലമെന്റ്സുകളെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എയുടെ ഓർഡർ m by n ആണെങ്കിൽ, എയുടെ ഓർഡർ m by n ആണെങ്കിൽ ആ സ്കേലാർ മൾട്ടിപ്ലിക്കേഷന് ശേഷമുള്ള ആ മെട്രിക്സിന്റെ ഓർഡർ m by n ആയി. ഒരു ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് എൻഡ് ചെയ്യാം. അപ്പോൾ ഒരു പ്രോബ്ലം, സിമ്പിൾ ആയ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. A is equal to matrix 1/3 2/3 5 7/3 4/3 1/3 5/3 1 minus 2/3. കണ്ടല്ലോ, 1/3 2/3 5 7/3 4/3 1/3 5/3 1 minus 2/3. B is equal to 2/5 7/5 1 1 3/5 1/5 0 8/5 2/5 1/5.
നമുക്ക് കണ്ടുപിടിക്കാൻ എത്രയേ ഉള്ളൂ 3a minus 5b കണ്ടുപിടിക്കും 3a എന്ന് പറയുമ്പോൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ 5b എന്ന് പറയുമ്പോൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ഡിഫറൻസ് ആണ് ഇതൊരു മാട്രിക്സ് ആണ് ഇതൊരു മാട്രിക്സ് ആണ് അപ്പോൾ ഈ മാട്രിക്സിനെ ഈ മാട്രിക്സ് കുറയ്ക്കണം ഒറ്റ സ്റ്റെപ്പ് ചെയ്യാൻ നോക്കിനി 3a minus 5b 3 into matrix 1 by 3 2 by 3 5 7 by 3 4 by 3 1 by 3 5 by 3 1 minus 2 by 3 minus 5 into 5b 5 into b square 2 by 5 7 by 5 1 3 by 5 1 by 5 0 8 by 5 2 by 5 1 by 5 സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഈ സ്കെയിലർ കൊണ്ടുള്ള എല്ലാത്തിനെയും ഗുണിക്കണം അപ്പോൾ ഗുണിക്കുമ്പോൾ ഇവിടെ 1 ഇവിടെ 2 കാരണം 3 3 ക്യാൻസൽ ഔട്ട് 2 15 കേട്ടോ 7 4 1 5 3 minus 2 minus 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 7 5 3 1 0 8 2 1 ഈ രണ്ട് മാട്രിക്സ് ഡിഫറൻസ് ആണ് വളരെ സിമ്പിൾ കറസ്പോണ്ടിങ് എറേഴ്സ് ഡിഫർ ഒന്നിൽ നിന്ന് 2 കുറച്ചു അപ്പോൾ -1 2 ൽ നിന്ന് 7 കുറച്ചു -5 15 ൽ നിന്ന് 5 കുറച്ചു 10 7 ൽ നിന്ന് 3 കുറച്ചു 4 4 ൽ നിന്ന് 1 കുറച്ചു 3 1 ൽ നിന്ന് 0 കുറച്ചു 1 5 ൽ നിന്ന് 8 കുറച്ചു -3 3 ൽ നിന്ന് 2 കുറച്ചു 1 -2 ൽ നിന്ന് 1 കുറച്ചു -2 -1 -3 ഓക്കേ പിന്നെ ഡിഫറൻസ് വന്നു ഇനി ഒരു അഡീഷൻ പ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ആയി പിന്നെ നെഗറ്റീവ് മാട്രിക്സ് ആയി മാട്രിക്സിന്റെ അഡീഷൻ ആയി മാട്രിക്സ് അഡീഷന്റെ പ്രോപ്പർട്ടീസ് ആയി അതുപോലെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടി പറഞ്ഞു ഡിഫറൻസ് പറഞ്ഞു പിന്നെ ഡിഫറൻസും അതുപോലെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് ബേസ് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇത്രയും ക്ലിയർ ആയിട്ടാണ് വിശ്വസിക്കുന്നു എല്ലാവരും നന്നായി വർക്ക് ചെയ്യണം നന്നായി പഠിക്കണം അതുപോലെ ടെക്സ്റ്റ് ഇനി നമ്മൾ മെട്രിക്സിന്റെ ഒരു ഭാഗം തീർന്നു ഇനി അടുത്ത ക്ലാസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ക്ലാസ്സാണ് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പോൾ അത് ഇതൊക്കെ അറിയാമെങ്കിൽ മാത്രമേ ഈ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ അത് സ്വപ്പ് കൂടി കട്ടിയുള്ള സാധനമാണ് അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളാണ് ഒത്തിരി എക്സസൈസിന് ഒത്തിരി പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ചെയ്ത് നോക്കണം പിന്നെ ബാക്കി പ്രോബ്ലംസ് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്കി പ്രോബ്ലംസ് നമ്മൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് പഠിക്കുക നോട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ ഓൾ ദി ബെസ്റ്റ്